കാൽവരി കുന്നിലെ കാരുണ്യമേ, കാവൽ വിളക്കാവുക. കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക. മാർഗം തെളിച്ചിടുക. മുൾമുടി ചൂടി ക്രൂശിതനായി പാപയോഗം പവിത്രമാക്കാൻ. മുൾമുടി ചൂടി ക്രൂശിതനായി പാപയോഗം പവിത്രമാക്കാൻ. നിന്റെ അനന്തമാം സ്നേഹതരംഗങ്ങൾ എന്നെ നയിക്കുന്ന ദിവ്യശക്തി. നിന്റെ വിശുദ്ധമാം വേദവാക്യങ്ങൾ എൻ്റെ ആത്മാവിന് മുക്തിയല്ലോ. സ്വീകരിച്ചാലും എന്നെ സ്വീകരിച്ചാലും. കാൽവരി കുന്നിലെ കാരുണ്യമേ, കാവൽ വിളക്കാവുക. കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം കൊളുത്തിയിടുക. മാർഗം തെളിച്ചിടുക. കുറ്റം ചുമത്തുകയാൽ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൻ ഒരു വാക്കിന് ഉത്തരം പറയായികയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. എന്നാൽ ഉത്സവ സമയത്ത് പുരുഷാരം ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്കുക പതിവായിരുന്നു. അന്ന് ബറാബാസ് എന്ന ശ്രുതിപ്പെട്ടൊരു തടവുകാരനുണ്ടായിരുന്നു. അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട്, ബറാബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണമെന്ന് ചോദിച്ചു. അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവൻ ഗ്രഹിച്ചിരുന്നു. അവൻ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഭാര്യ ആളയച്ചു, നീ ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൻ നിമിത്തം ഞാൻ ഇന്ന് സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ ബറാബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. നാടുവാഴി അവരോട്, ഈ ഇരുവരിൽ ഏവനെ വിട്ടു തരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. ബറാബാസിനെ എന്ന് അവർ പറഞ്ഞു. പീലാത്തോസ് അവരോട്, എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു. അവൻ ചെയ്ത ദോഷം എന്ത് എന്ന് അവൻ ചോദിച്ചു. അവനെ ക്രൂശിക്കണം എന്നവർ ഏറ്റവും നിലവിളിച്ച് പറഞ്ഞു. ആമീൻ. നോമ്പുകാല ആരാധനാക്രമം നമുക്ക് പിൻപറ്റാം. നമ്മുടെ കീർത്തന പുസ്തകം 50-ാമത്തെ പുറം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമേ, എന്നെ വിടുവിപ്പാൻ വേഗം വരണമേ. കർത്താവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. നാം എല്ലാവരും ആടുകളെ പോലെ വഴിതെറ്റി ഓരോരുത്തൻ അവനവന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം യേശുവിന്റെ മേൽ ചുമത്തി നമ്മെ വിടുവിച്ചിരിക്കുന്നു. യഹോവേ, ആഴത്തിൽ നിന്നും ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവിയിലെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയ്ക്ക് കൃപയും അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വിടുവിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള യേശുവേ, നിന്റെ കരുണയ്ക്കായി കീഴപേക്ഷിച്ചുകൊണ്ട് ഞാനിപ്പോൾ നിന്റെ പാദത്തിന് മുന്നിൽ മുട്ടുകുത്തുന്നു. നീ അനുഭവിച്ച വേദനകളുടെ മേന്മയെ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിനെ ഏകാഗ്രമാക്കണമേ. എന്റെ പാപങ്ങൾ നിമിത്തം ഞാൻ നിന്നെ പതിവായി ദുഃഖിപ്പിക്കുന്നു എന്ന് ഞാൻ ദുഃഖത്തോടെ ഏറ്റുപറയുന്നു. ഇനിയും ഞാൻ നിന്നെ വേദനിപ്പിക്കുവാൻ ഇടവരരുതേ. ഇടവിടാതെ നിന്നെ സ്നേഹിക്കുവാനും നിന്റെ ഇഷ്ടം മനസ്സോടെ അനുസരിക്കുവാനും എന്നെ പ്രാപ്തനാക്കണമേ. ആമേൻ. കർത്താവായ യേശുവേ, കുറ്റമില്ലാത്തവനെ, പീലാത്തോസല്ല എൻ്റെ പാപങ്ങൾ തന്നെ നിന്നെ ക്രൂശിലെ മരണത്തിന് വിധിച്ചു. എങ്കിലും അന്യായമായ ആ വിധിയെ നീ എനിക്ക് വേണ്ടി സന്തോഷത്തോടെ സ്വീകരിച്ചു. അന്ന് നിൻ്റെ തലയിൽ കുത്തി രക്തമൊഴുക്കിയ മുള്ളുകൾ ഇന്ന് എൻ്റെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കട്ടെ.
നിന്നെ പൂർണ്ണമായി സ്നേഹിക്കേണ്ടതിന് ലോകത്തെ വെറുക്കുവാനായി എന്നെ ശക്തനാക്കണമേ. ആമേൻ. പ്രിയ യേശുവേ, ഈ മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഞങ്ങളുടെ പാപഭാരത്തെ നിന്റെ ശരീരത്തിൽ ചുമന്നു. പാപം നിറഞ്ഞ എന്റെ ജഡത്തെ നിന്റെ നിമിത്തം ക്രൂശിച്ച് എന്റെ ക്രൂശെടുത്ത് നിന്നെ അനുഗമിക്കുവാൻ എന്നെ ദിനം പ്രതി ശക്തനാക്കണമേ. ആമേൻ. പ്രിയ യേശുവേ, ദുഃഖിതയായ അവിടുത്തെ അമ്മ മറിയോട് മനസ്സലിഞ്ഞതുപോലെ ഒടുവിലത്തെ നാളിൽ ദുഃഖവും വേദനയുമില്ലാത്ത നാട്ടിൽ മറിയയോടും എല്ലാ വിശുദ്ധന്മാരോടും കൂടെ ഞാനും നിന്നെ എതിരേൽക്കുവാൻ തക്കവണ്ണം എന്നോട് മനസ്സിലുണ്ടാകണമേ. ആമേൻ. കർത്താവായ യേശുവേ, ശീമോനിന്റെ ക്രൂശ് ചുമന്നതുപോലെ നീ എനിക്ക് തന്നിരിക്കുന്ന ക്രൂശ് ഞാനും ചുമക്കേണ്ടതല്ലയോ? ഞാൻ നിത്യതയിൽ പ്രവേശിച്ച് വിശ്രമിക്കുന്ന നാൾ വരെ എന്റെ ക്രൂശ് സന്തോഷത്തോടെ സ്വീകരിച്ച് ധീരതയോടെ യാത്ര ചെയ്യുവാൻ എന്നെ ശക്തനാക്കണമേ. ആമേൻ. പ്രിയ യേശുവേ, എൻ്റെ പാപങ്ങളെ വെറുക്കുവാൻ തക്കവണ്ണം നിന്റെ കഷ്ടമരണങ്ങളെ ഓർക്കുവാൻ എന്നെ സഹായിക്കണമേ. ഞാൻ നിന്നോട് സദൃശനാകുന്നതുവരെ എൻ്റെ ഉള്ളത്ത് നിന്ന് എല്ലാ കുറ്റവും കറകളും തുടച്ചു നീക്കി അതിൽ അവിടുത്തെ മുഖം എപ്പോഴും പ്രതിഫലിപ്പിക്കുവാൻ ഇടവരുത്തണമേ. ആമേൻ. കഷ്ടമനുഭവിച്ച് മരിച്ച യേശുവേ, എന്റെ ഉള്ളം നിനക്കായി വേദനപ്പെടുന്നു. എന്റെ പാപങ്ങൾ നിന്നെ വേദനിപ്പിക്കുന്നത് കൊണ്ട് എന്റെ നിമിത്തം ഞാൻ ദുഃഖിക്കുന്നു. എന്റെ പാപങ്ങൾ നിമിത്തം വരാനിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് തെറ്റി ഒഴിയുവാൻ നിന്നിലുള്ള വിശ്വാസത്തിൽ എന്നെ ബലപ്പെടുത്തണമേ. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മഹത്വം നിമിത്തം തന്നെ. ആമേൻ. യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവിൻ്റെ മുറിവുകളാൽ എന്നെ സൗഖ്യമാക്കണമേ. യേശുവിൻ്റെ ഹൃദയമേ എന്നെ സ്വീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ ജീവിപ്പിക്കണമേ. യേശുവിൻ്റെ സ്നേഹമേ എന്നെ പൊതിയണമേ. ജീവനിലും മരണത്തിലും ഇപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. കർത്താവായ ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നവരെ, കാൽവരി ക്രൂസിലേക്ക് ക്രിസ്തുവിനോടുകൂടെയുള്ള യാത്രാ മധ്യേ 5-ാമത്തെ ഇടത്താവളത്തിൽ നമുക്കൊന്നിച്ചു വരുവാൻ ദൈവം സഹായിച്ചു. ക്രൂശ് എന്നത് സ്നേഹത്തിൻ്റെ പ്രതീകം മാത്രമല്ല, അതൊരു അനുരഞ്ജനത്തിൻ്റെ പ്രതീകം കൂടി തന്നെയാണ്. ആരോടൊക്കെയാണ് നാം അനുരഞ്ജനപ്പെടേണ്ടത്? വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, പ്രപഞ്ചത്തോടു കൂടെ അനുരഞ്ജനപ്പെടുക. നീ നിന്നോട് തന്നെ ഒന്ന് അനുരഞ്ജനപ്പെടുക, നീ സഹമനുഷ്യനോടുകൂടെ അനുരഞ്ജനപ്പെടുക. പ്രധാനമായി അനുരഞ്ജനപ്പെടേണ്ടത് നാം നമ്മുടെ ദൈവത്തോട് തന്നെയാണ്. ക്രൂശ് ഇവിടെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എന്നിൽ അനുരഞ്ജനപ്പെടുമ്പോഴും ആ അനുരഞ്ജനം ഞാൻ സ്വർഗത്തോടുകൂടെ സാധ്യമാക്കുവാനായി ഈ ക്രൂശിൻ്റെ മഹത്വം നമ്മൾ നിറയട്ടെ. ക്രൂശിൻ്റെ പാത പിൻപറ്റുമ്പോഴും ത്യാഗപൂർണമായ ആ ഒരു പാതയിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴും എന്നിലെ ത്യാഗം ദൈവസ്നേഹത്തിൻ്റെ നിറവ് ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ അനുരഞ്ജനത്തിൻ്റെ ദൈവികമായ അനുരഞ്ജനത്തിൻ്റെ സാധ്യതകളെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് മനസ്സുകൊണ്ട് ഒരുങ്ങാം. ദൈവാലയത്തിൻ്റെയും ക്രൂശിൻ്റെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിറങ്ങി നിൽക്കുവാനായി അനുരഞ്ജനത്തിൻ്റെ സാധ്യതകളെ ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ ജനതയായി തീരുവാൻ സർവ്വശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. തലക വണങ്ങാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ കർത്താവേ, നീ അനുഭവിച്ച ത്യാഗപൂർണമാകുന്ന ജീവിതത്തെ ഒരിക്കൽ കൂടെ ഓർത്തെടുക്കുവാൻ നിന്നിൽ ശരണം പ്രാപിച്ചുകൊണ്ട് മൗത്വമേറെ ജീവിതാനുഭവങ്ങളിൽ കൂടെ യാത്ര ചെയ്യുവാൻ ദൈവകൃപ ഇന്ന് ഞങ്ങൾക്ക് നൽകിയവനെ, ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായ ക്രിസ്തുവിൻ്റെ ത്യാഗപൂർണമാകുന്ന ജീവിതത്തെ ഒരിക്കൽ കൂടെ ധ്യാനിച്ച് ഈ വഴിത്താരകളിൽ കൂടെ കുരിശിൻ്റെ വഴിയായി ഞങ്ങൾ പിൻപറ്റുമ്പോൾ ഓരോ ഇടങ്ങളിൽ അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകിയ ദൈവിക കരുതലിനായി നന്ദി. ഞങ്ങളുടെ യാത്രയിലൊക്കെ അവിടെ നിന്ന് കൂടെ ഇരിക്കുക സ്തുതി. ഈ ഇടത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ ഇടം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട പ്രിയപ്പെട്ടവരെയും ദൈവം ആശീർവദിക്കുമാറാകണം. ഈ വഴിത്താരയിൽ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആത്മാവിനെ ബലപ്പെടുത്തണമേ. ശാരീരികമായ ക്ഷീണാവസ്ഥകളൊക്കെ അവിടെ നീക്കി കൊടുക്കുമാറാകണമേ. ക്രൂശിൻ്റെ മഹത്വം അനുഭവിച്ചുകൊണ്ട് ദൈവാലയത്തിൻ്റെ അകത്തളങ്ങളിൽ എത്തിച്ചേരുവോളം അങ്ങ് മുൻപിലും പിൻപിലും കാവലായി കൂടെ ഉണ്ടാകണമേ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനസ്സാന്തരത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും അനുഭവത്തെ ദൈവം ഞങ്ങളുടെ മേൽ വർഷിക്കണം. ഞങ്ങൾ വന്നുപോയ കുറവുകൾ, കുറ്റങ്ങൾ, പാപങ്ങളൊക്കെ അവിടെ നിന്ന് ക്ഷമിക്കുമാറാകണം. ക്രിസ്തുവിനാൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ട സുഖത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് സമാഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയെ കടക്കാതെ സന്തോഷത്തിൽ വിടയിടണമേ. രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളോടും ഈ ഇടത്തോടും എപ്പോഴും കൃപയാൽ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോഴൊരു 5 മിനിറ്റ് വിശ്രമം വേണമെങ്കിൽ 5 മിനിറ്റ് വിശ്രമം എടുക്കാം. അതിനുശേഷം നമുക്ക് യാത്ര തിരിക്കാം.